ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലേ ദൈവാരാധന. At the appointed time, all such questions will be answered if you have patience. Before you make any covenant or friendship with anyone, take Holy Spirit with you. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പ്രൈസ് ലോർഡ്. സഹോദരങ്ങളെ, ഈശോ ഈ ഭൂമിയിലേക്ക് പിറന്നപ്പോൾ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. വേറെ വാക്കിൽ പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖമാർക്ക് പറയുവാനുള്ളത് ഇതാ സമാധാനം വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. നമ്മൾ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നമുക്കിതാ ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിലെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യെശയ്യാ പ്രവചിച്ചു വെച്ചത്, ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിച്ചു വെച്ചത് അവൻ സമാധാനത്തിൻ്റെ രാജാവാണ് എന്നാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ യേശുനാഥൻ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്നേഹന്മാരെ പറഞ്ഞയക്കുന്നു. 2 പേരായിട്ടാണ് അവിടുന്ന് അവരെ പറഞ്ഞയച്ചത്. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും സമാധാനം ആശംസിക്കണം എന്നാണ്. ഇനി നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ ഉയർപ്പിന് ശേഷം അവിടെ ആരെല്ലാം കണ്ടുമുട്ടുന്നു, ആദ്യം അവിടെ നിന്ന് ആശംസിക്കുന്നത് സമാധാനമാണ്. നിങ്ങൾക്ക് സമാധാനം. ഈ യേശുനാഥൻ സ്വർഗത്തിലേക്ക് കയറിയപ്പോഴും സത്യത്തിൽ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് കയറിപ്പോയി എന്ന് പറയുമ്പോൾ അവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് തന്നെയാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിയത്. അപ്പോൾ ഇതെന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് സമാധാനം എന്ന് പറയുന്നത് ഈശോ എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈശോയിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സമാധാനത്തിൽ വസിക്കുക എന്ന് തന്നെയാണ്. അപ്പം ഞാൻ യേശുവിലാണോ വസിക്കുന്നത്, ആ തിരിച്ചറിവ് നമുക്ക് തന്നെ പരിശോധിച്ചറിയാൻ കഴിയും. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ സമാധാനമാണോ ഉള്ളത്? ഞാൻ സമാധാനത്തിലല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോ എൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ പോലും ഞാൻ യേശുവിൽ ആയിരിക്കാതെ എൻ്റെ ചിന്തയുടെ ഒരു തെറ്റായ മണ്ഡലത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 26:3 നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങിൽ ഹൃദയമർപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന് തികവിൽ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈശോയിൽ വസിക്കുക, അത് സമാധാനത്തിൽ വസിക്കുക എന്ന് തന്നെയാണ്. സഹോദരങ്ങളെയും, ദൈവാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സമാധാനം. യേശുവിൽ വസിക്കുന്നത് വഴി ആത്മാവിൻ്റെ ഫലങ്ങളെല്ലാം നമ്മളിൽ നിറയാൻ തുടങ്ങും. അതെപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും, ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുക, എന്താണ് സാത്താൻ നമ്മളിൽ നിന്ന് മോഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നത്? സാത്താൻ നമ്മളിൽ നിന്ന് മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സന്തോഷവും സമാധാനവും ഒക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ക്രിസ്തീയ വിശ്വാസി ആത്മപരിശോധന ചെയ്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഏത് കാര്യം വന്നാലും അവൻ പരിശോധിക്കണം, ഇത് എൻ്റെ ഉള്ളിലെ സന്തോഷത്തെയും സമാധാനത്തെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണോ? എൻ്റെ ഉള്ളിലെ സന്തോഷവും സമാധാനത്തെയും മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു യജ്ഞമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, അതിൽ പൈശാചികമായ അറ്റാക്കാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ സന്തോഷവും സമാധാനവും മോഷ്ടിക്കുന്നത് അത് സാത്താൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മളിലെ പൈശാചിക ആക്രമണത്തെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുവിൽ വസിക്കുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ യേശുവിൽ വസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ ആരാണ് എന്ന ആ അനുഭവവും തിരിച്ചറിവും നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് നാം ക്രിസ്തുവിൽ വസിക്കുമ്പോഴാണ്. വേറെ വാക്കിൽ പറഞ്ഞാൽ ഈശോയുമായുള്ള ബന്ധമാണ്, ആ ബന്ധത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഞാനാകുന്നു, ഞാൻ ആരാകുന്നു എന്ന അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതാണ് ഈശോയുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ എന്നത്. ആ ബന്ധത്തിലാണ് നമ്മുടെ ട്രൂ സെൽഫ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആ ബന്ധത്തിലെ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നുവെങ്കിൽ നമ്മളൊരു ഫാൾസ് സെൽഫിലായിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തെറ്റായിരിക്കും, ഒരു നുണ ചിന്തയിലായിരിക്കും നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, വൃദ്ധനായ ശമയോൻ വർഷങ്ങളോളം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇതാ ആ ഉണ്ണി യേശുവിനെ മറിയം ശമയോൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ശമയോൻ വിളിച്ചു പറയാണ്, ഇനി എൻ്റെ ആത്മാവിനെ സമാധാനത്തിൽ വിട്ടയക്കുക എന്ന്. ശമയോൻ അത്രയും നാൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചതും കാത്തിരുന്നതുമായ ആ ആത്മീയ ഫലം ഇപ്പോൾ ഇതാ ശമയോൻ അനുഭവിക്കുകയാണ്. ശമയോൻ അതുവഴി ഇതാ താൻ ആരാണ് എന്ന യഥാർത്ഥ അറിവിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. കാരണം തൻ്റെ ഉള്ളിൽ ഇതാ സമാധാനം കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഇനി ലോകത്തിൽ ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത സമാധാനം അനുഭവിക്കുന്നവനാണ് ഞാൻ എന്ന തിരിച്ചറിവിലേക്ക് ശമയോൻ വരുന്നുണ്ട്. നമ്മൾ മാതാവിനോട് ചോദിക്കുകയാണ്, നീ ആരാണ് എന്ന് ചോദിച്ചാൽ ആ മറിയത്തിന് പറയുവാനുള്ളത്,
ഞാൻ നിത്യമായ ആനന്ദം അനുഭവിക്കുന്നവളാണ്. അതുകൊണ്ടാണ് മറിയം പറയുന്നത് എൻ്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു. അങ്ങനെ കർത്താവിൽ ആനന്ദിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യമായ സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നൽകുന്ന സമാധാനവും സന്തോഷവും അത് ലോകത്തിന് എടുത്തു മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ആർക്കാണ് സമാധാനം നഷ്ടപ്പെടുന്നത്? സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അങ്ങനെ നമ്മൾ എവിടെയാണ് സമാധാനം അന്വേഷിക്കുന്നത്? പല ആളുകളുടെയും അവർ സമാധാനം അന്വേഷിക്കുന്നത് വെളിയിലാണ്. എൻ്റെ ചുറ്റുമുള്ള ലോകമാണ് എനിക്ക് സമാധാനം തരേണ്ടത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവർ പറയും ഇപ്പോൾ സമാധാനമുണ്ട് എന്ന്. വിപരീതമായ സാഹചര്യം വരുമ്പോഴോ അവർ പറയും സമാധാനം പോയി എന്ന്. അതുപോലെ ചില ആളുകൾ സമാധാനം അന്വേഷിക്കുന്നത് വ്യക്തികളിലാണ്. ആ വ്യക്തിയാണ് എനിക്ക് സമാധാനം തരേണ്ടത് എന്നവർ മുൻകൂട്ടി കണക്കാക്കി വയ്ക്കുന്നു. എൻ്റെ ഭാര്യയാണ് എനിക്ക് സമാധാനം തരേണ്ടത്, എൻ്റെ മാതാപിതാക്കന്മാരാണ് തരേണ്ടത്, എൻ്റെ മക്കളാണ് തരേണ്ടത്, എൻ്റെ കൂട്ടുകാരാണ് തരേണ്ടത് എന്ന് അവർ ചിന്തിച്ച് അവരിൽ സമാധാനവും സന്തോഷവും അന്വേഷിക്കുന്നു. അതെല്ലാം ഒരു പരാജയമാണെന്ന് എത്രയോ അനുഭവങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം അവർക്കാർക്കും യഥാർത്ഥമായ ഒരു സമാധാനമോ സന്തോഷമോ തരാനായിട്ട് സാധിക്കില്ല. ഒരുപക്ഷെ നമ്മളൊരു കൂട്ടുകാരനെ കണ്ടു, അയ്യോ വലിയ സന്തോഷമായി, അവനുമായി വർത്തമാനം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി പറയും, അയ്യോ നീയുമായിട്ട് വർത്തമാനം പറഞ്ഞാനിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല, വലിയ സന്തോഷമുണ്ട്, വലിയ സമാധാനമുണ്ട് എന്ന്. എന്നാൽ ഈ വ്യക്തി ഏതാനും മാസം വരെ കൂടെ താമസിക്കട്ടെ, അപ്പോൾ ഇവൻ പറയും സമാധാനം പോയെന്ന് തന്നെ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് നമ്മൾ വ്യക്തികളിൽ സമാധാനം അന്വേഷിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, യഥാർത്ഥത്തിൽ നമ്മുടെ സമാധാനം അങ്ങനെ പോകുന്നില്ല. കാരണം നമ്മുടെ സമാധാനം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അത് യേശുക്രിസ്തുവായുള്ള ബന്ധത്തിലാണ് ഇരിക്കുന്നത്. ആ ബന്ധത്തിലാണ് യഥാർത്ഥ ഞാൻ വസിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വെളിയിൽ നിന്ന് സമാധാനം വാങ്ങിച്ചെടുക്കുവാനുള്ള ശ്രമം ഉണ്ടാകാതിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും സഹോദരൻ എന്നോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എൻ്റെ വിവാഹത്തോടുകൂടി എൻ്റെ സമാധാനം എല്ലാം പോയി. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ നാക്കത്ര ശരിയല്ല, അവൾ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുകയുള്ളൂ, നിയന്ത്രണമില്ലാത്ത ദേഷ്യമാണ്, ഏത് കാര്യത്തിലും അവൾക്കൊരു സംശയമനസ്ഥിതിയാണ്, അതുകൊണ്ട് എപ്പോഴും ചോദ്യം ചെയ്യുന്ന സ്വഭാവമാണ്, ഒരു ബഹുമാനമില്ലാത്ത സംസാര രീതിയാണ്. ഇതെല്ലാം എന്നെ നിരന്തരമായി മുറിവേൽപ്പിക്കുകയും എന്നെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാൻ ആ സഹോദരനോട് കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ, പൗലോസ് എഴുതിയിരിക്കുന്ന ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഭാര്യാഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരീരമല്ല നമുക്ക് സമാധാനം തരുന്നത്, സമാധാനത്തിലേക്കാണ് നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവിനെയും യേശുക്രിസ്തുവിലാണ് ഒന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ യേശുവിലാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സമാധാനം അതിൻ്റെ പൂർണ്ണതയിൽ നിലകൊള്ളുന്നത്. ഹല്ലേലൂയ. അത് വെളിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അവർക്കത് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ പറയും എൻ്റെ സമാധാനം പോയി എന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ സമാധാനം പോയിട്ടൊന്നുമില്ല. കാരണം സമാധാനം തന്നെയായ യേശു നിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഒരാൾ ഒരു ഇരുട്ട് മുറിയിലേക്ക് കയറിയതിന് ശേഷം അയാൾ വിളിച്ച് പറയാണ്, അയ്യോ എൻ്റെ കാഴ്ച പോയി, എന്നെ ഇപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കണം, എൻ്റെ കാഴ്ച പോയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുമാത്രം ശരിയുണ്ട്? അത്രയും ശരിയേ ഉള്ളൂ. ഒരു ഭാര്യ പറയാണ്, ഇയാൾ കാരണം എൻ്റെ സമാധാനം പോയി. ഒരു ഭർത്താവ് പറയാണ്, ഇവൾ കാരണം എൻ്റെ സമാധാനം പോയി. സത്യത്തിൽ അവിടെ സമാധാനം പോയിട്ടില്ല. കാരണം നിൻ്റെ സമാധാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള നിൻ്റെ ബന്ധത്തിലാണ് ഇരിക്കുന്നത്. ആ ബന്ധത്തിലാണ് നീ നിന്നെ തന്നെ കാണേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ആ സമാധാനത്തിൽ നമുക്ക് വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമരുടെ ലേഖനത്തിലെ 8-ാം അധ്യായത്തിൽ നമ്മൾ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്കും ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡിക പ്രേരണയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവർക്കൊരിക്കലും സമാധാനം ഉണ്ടാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ജഡത്തിൻ്റെ പ്രേരണകൾ എന്ന് പറയുന്നത്? ഗലാത്യ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ നമ്മൾ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയ താക്കീത് ഞാൻ ആവർത്തിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമരുടെ ലേഖനത്തിൽ
17 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമെല്ലാം പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ്. ഹല്ലേലൂയ. അപ്പൊ ജഡത്തിന്റെ അഭിലാഷങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുന്ന വ്യക്തി, ജഡത്തിന്റെ ഡിമാൻഡുകൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടായില്ല. കാരണം ജഡത്തെ നമുക്ക് ആർക്കും പൂർണ്ണമായി എന്നേക്കുമായി സംതൃപ്തിപ്പെടുത്താനായിട്ട് പറ്റിയില്ല. ജഡത്തിന് ഇപ്പോൾ ഭക്ഷണം കിട്ടണം, അത് കിട്ടിക്കഴിയുമ്പോൾ അല്പം സമയത്തേക്ക് തൃപ്തിയായി, ഇത് അല്പം കഴിയുമ്പോഴേക്കും വീണ്ടും വിശക്കാൻ തുടങ്ങും. അങ്ങനെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ നമ്മളിങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ജഡം തന്നെ നശിച്ചു പോകുന്നു. അപ്പോൾ ഒന്നുകൂടി ഇച്ഛാഭംഗമായി, ഈ നശിച്ചു പോകുന്ന ജഡത്തെയാണല്ലോ ഈ നാൾ വരെ ഞാൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന ഒരു ഭൗതിക ചോദ്യം അവനെ വേട്ടയാടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ചീഞ്ഞഴിഞ്ഞ് നശിച്ചു പോകുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതിൽ ഫോക്കസ് വെച്ചുകൊണ്ട്, അതിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ലൈഫിൽ ഒരു മീനിങ് കണ്ടെത്താനായിട്ട് കഴിയുക? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചില ആളുകൾ ഇതാ മനസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിനെ ഫോക്കസ് ചെയ്യുന്ന പല ആളുകളും മനസ്സിലുണ്ടാകുന്ന അപ്പോൾ ഉണ്ടാകുന്ന തോന്നലുകളെയാണ് ഫോളോ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആ തോന്നലുകൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. മനസ്സിലെപ്പോഴും നടക്കുന്നത് അതിന് മൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, തോന്നലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തോന്നലല്ല, നാളെ അടുത്ത സെക്കൻഡിൽ ഉണ്ടാകുന്ന തോന്നലുകൾ. അപ്പോൾ അതിലൂടെ അല്ല നമ്മൾ യഥാർത്ഥമായ സമാധാനം കണ്ടെത്തുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥമായ സമാധാനം ഇതാ അത് ഈശോയും നമ്മുടെ ബന്ധത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒന്നാണ്. ആ ബന്ധത്തിൽ നമ്മളാണോ നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ വസിക്കുന്നു. ഇതാണ് യോഹന്നാൻ 15 നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ 15 നമ്മൾ മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഒരു ശാഖ തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്നത് പോലെ ആയിരിക്കുന്ന ഈ അവസ്ഥ. ആ തായ്തണ്ടിലാണ് പിന്നെ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ശാഖ ഫലം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിലല്ല ശ്രദ്ധിക്കേണ്ടത്. ശാഖയ്ക്ക് ഒന്നേ ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ തായ്തണ്ടിനോട് ചേർന്നാണോ ഇരിക്കുന്നത്. തായ്തണ്ടിനോട് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ അത് സമാധാനത്തിലാണ്, അതിൻ്റെ ഉദ്ദേശം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് സ്വസ്ഥതയിലുമാണ്, അതിന് ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ശാഖ തായ്തണ്ടിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട് അതിങ്ങനെ വഴിയുടെ അരികിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ശാഖ ആ വഴിയെ പോകുന്ന ഓരോ വ്യക്തിയോടും ഇങ്ങനെ പറയാൻ തുടങ്ങി, സഹോദര ഒന്ന് അവിടെ നിന്ന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ് എന്ന് ഈ ശാഖ ചോദിക്കുകയാണ്. അതിൽ വരുന്നവർക്ക് എന്തായിരിക്കും ഈ ശാഖയോട് പറയാനുള്ളത്? നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ നീ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നീ അവിടെ കിടന്ന് ഉണങ്ങും, ആരെങ്കിലും അടുത്തോട് പോയി കത്തിച്ച് കളഞ്ഞോളൂ. അതിന് നീ പദ്ധതി ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ ശാഖ തായ്തണ്ടിനോട് ചേർന്നിരിക്കുകയാണെങ്കിലോ അങ്ങനെ ഒരു പദ്ധതിയുടെ അന്വേഷണമേ ഇല്ല. കാരണം നീ ഈശോയിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എപ്പോഴാണോ ആ ഈശോയിൽ നിന്നുള്ള ഞാൻ ഇതകന്നിരിക്കുന്നു എന്ന് നീ ചിന്തിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നിൻ്റെ ജീവിതത്തിൽ ഒരു മീനിങ് നഷ്ടപ്പെടുന്നത് പോലെ നീ ഇങ്ങനെ എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്ന് നീ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെ നിനക്കൊരു ഡിസ്റ്റർബൻസാണ്. ഞാൻ പലപ്പോഴും ധ്യാനാവസരങ്ങളിൽ ചില ആളുകൾ വന്ന് ധ്യാനം കഴിഞ്ഞ ഉടനെ വന്ന് ചോദിക്കും എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് തന്നെ ചിലർക്കൊരു ഡിസ്റ്റർബൻസാണ്. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ 2-3 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ഇതുവരെ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 4-5 വർഷമായിട്ട് വ്യക്തിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നറിയില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുന്ന അവസ്ഥ, ഞാൻ യേശുവിലാണ്, ഈ അറിവ്, ഞാനും ഈശോ എന്നിൽ വസിക്കുന്നു, എന്നെ ഈശോയിലാക്കിയിരിക്കുന്നു, ഈ ഒരു ബന്ധം, ആ ബന്ധമാണ് നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനവും ശാന്തിയും ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. എഫേസോസ് 2:14 നമ്മൾ വായിക്കുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്, ഇരു കൂട്ടരെയും അവർ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വെളിയിൽ ഏതൊരു സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിനും മനസ്സിലുമൊക്കെ വെളിയിൽ ഇങ്ങനെ സമാധാനം അന്വേഷിക്കുക, സന്തോഷം അന്വേഷിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. എന്നാൽ അന്വേഷണം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ സമാധാനക്കേടിന് കാരണം. ഒരാൾ പറയുകയാണ് എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥമുണ്ട്. കാരണം നീ ഇതാ വെളിയിൽ സമാധാനം അന്വേഷിച്ച് നടക്കുകയാണ്, അതുകൊണ്ടാണ് നിനക്ക് സമാധാനം ഇല്ലാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്നു, സമാധാനം തന്നെയായ യേശു നിൻ്റെ ഉള്ളിലുണ്ട്. ആ യേശു നിന്നെ യേശുവിലാക്കിയിരിക്കുകയാണ്. നീ യേശുവിലാണ് വസിക്കുന്നത്. നിനക്ക് വേണ്ടി ഇനി ഈശോയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ ലക്ഷ്യമാണ് ഇനി നിന്റെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഇഷ്ടമാണ് നിന്റെ ഇഷ്ടം. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആരാണെന്ന് തന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നത്. ഞാനെപ്പോഴും ഞാനും യേശുവും തമ്മിലുള്ള ഒരു ബന്ധത്തിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ അതിനെ ഡിനേ ചെയ്ത് ഞാൻ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴോ
ഈ ലോകം നൽകുന്ന കവറിങ്ങിൻ്റെ അകത്ത് ഞാൻ എന്നെ കാണാനായിട്ട് തുടങ്ങും. ഈ ലോകം നമുക്ക് ധാരാളം പലതും നമുക്ക് തരുന്നുണ്ട്, പല കവറിങ്ങും തരുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് കഴിയുമ്പോൾ നമുക്ക് വീട്ടുപേര് തരുന്നത് ഈ ലോകമാണ്, പേര് തരുന്നത് ലോകമാണ്, നമുക്ക് ഡിഗ്രി തരുന്നത് ഈ ലോകമാണ്, നമ്മൾ സമ്പാദിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ ഈ ലോകം തരുന്നതാണ്. അപ്പോൾ ആ കവറിങ്ങിൻ്റെ അകത്തിരുന്നിട്ട് ഇതാണ് ഞാൻ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഈ കവറിങ് നമുക്കൊരിക്കലും ഒരു സമാധാനമോ സംതൃപ്തിയോ തരുന്നില്ല. അതുകൊണ്ട് ആ കവറിങ് അകത്തിരുന്നു കൊണ്ട് നമുക്കൊരിക്കലും നമ്മളെ കണ്ടെത്താൻ പറ്റുകയില്ല. നീ ആരാണെന്നാണ് നീ പറയുന്നത്? ഈ ചോദ്യവും നമ്മുടെ സമാധാനം തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ കാണുന്നത് ഈ ലോകം നമുക്ക് നൽകിയ കവറിങ് നിന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നീ എന്നാണ് നീ ചിന്തിക്കുക. ഈ ലോകം നമുക്ക് തന്നിരിക്കുന്ന കവറിങ് അല്ല നീയെ. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതല്ല നീയെ. പിന്നെയോ ഈ ബന്ധം എന്താണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത് അതാണ് നീയെ. ഞാൻ എന്ത് ചെയ്യുന്നു എന്നതല്ല ഞാൻ, പിന്നെയോ ഞാൻ യേശുവിൽ ആരാകുന്നു എന്നതാണ് ഞാൻ. അവിടെയാണ് യഥാർത്ഥമായ സമാധാനവും ശാന്തിയും നമ്മൾ കണ്ടെത്തുക. പല ആളുകളും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ജീവിക്കുന്നു. അതിനെന്തെങ്കിലും അല്പം മാറ്റം വന്നു കഴിയുമ്പോൾ ഇതാ നമ്മുടെ മനസ്സ് തകരുന്നു, നമ്മുടെ ഉള്ളിലേക്ക് ദുഃഖം കയറി വരുന്നു. എന്നാൽ അതൊന്നും നീ അല്ലെന്ന് തിരിച്ചറിയുക. എത്രയോ പേരുടെ സമാധാനമാണ് മറ്റുള്ളവരുടെ വാക്കുകൾ വഴി ആ വാക്കുകൾ കേട്ടിട്ട് ശേഷം ഇതാ സമാധാനം നഷ്ടപ്പെടുന്നു. എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ അങ്ങനെ ചിന്തിച്ച് അവർ പറഞ്ഞത് എന്താണോ അവർ നൽകിയ ആ കവറിൻ്റെ അകത്ത് നമ്മളെ വെച്ചിട്ട് നമ്മളെ കാണാനായിട്ട് തുടങ്ങുന്നു. ഈ ഒരു പ്രോസസ്സ് ഒത്തിരി പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അറിഞ്ഞിരിക്കുക, ഇത്തരം കവറിങ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ സാത്താന് നമ്മളെ ആക്രമിക്കുവാൻ വളരെ എളുപ്പമാണ്. കാരണം ലോകം നൽകിയ കവറിങ്ങിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, നീ ഈശോയിലല്ല ഇരിക്കുന്നത്. ലോകം നൽകിയ കവറിങ്ങിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ലോകം നൽകിയ കവറിങ് ലോകം ഏത് സമയത്തും പിൻവലിക്കാവുന്നതാണ്. മറ്റുള്ളവർ നൽകിയ കവറിങ്, അവർ നൽകിയ നല്ല വാക്കുകൾ, അതൊക്കെ അവർ ഏത് സമയത്തും നമ്മളിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് പോകും. കാരണം അത് അവർ തന്നതാണ്, അവർക്ക് തന്നെ അത് ഏത് സമയത്ത് തരികയോ എടുക്കുകയോ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യേശുവുമായിട്ടുള്ള ഒരു ബന്ധം ഇതാ പരിശുദ്ധാത്മാവിലൂടെ അവിടെ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈശോയിൽ നിന്ന് നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് അത് എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഞാൻ ആരാണ് എന്ന ആ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റമാണ്. ഈ മാറ്റം വളരെ ഗൗരവമുള്ളതാണ്. അതുവരെ നീ നിന്നെക്കുറിച്ച് എന്താണോ കരുതിയിരുന്നത് അത് ഈശോ നിന്നെക്കുറിച്ച് പറഞ്ഞിരുന്നതും ഈശോയിലായിരിക്കുന്ന അവസ്ഥയുമാണ്. അത് നീ മാറിക്കഴിഞ്ഞാൽ പിന്നെ നീ നിന്നെക്കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, കരുതിയിരിക്കുന്നത്, അത് ഈ ലോകം നൽകുന്ന കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിലാണ് നമ്മുടെ വലിയ പരാജയം അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. ആദവും ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ് പഴം കഴിച്ചതിന് ശേഷം പിന്നീട് അവർക്ക് നഗ്നത അനുഭവപ്പെട്ടു. അവർ ഇല കൊണ്ട് വസ്ത്രമുണ്ടാക്കി തുന്നി കൊടുത്ത്, അപ്പോഴാണ് ദൈവം പർദീസായിലേക്ക് പതിവ് പോലെ വൈകുന്നേരം അവിടുന്ന് കടന്നു വരുന്നത്. ദൈവം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഓടിച്ചെന്ന് കർത്താവിനെ കൈക്ക് പിടിച്ചുകൊണ്ട് തോട്ടത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. പക്ഷേ അന്ന് അവൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ ഓടി ഒളിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ചോദിക്കുകയാണ്, ആദം നീ എവിടെയാണ്? ഇതാണ് ദൈവം ചോദിച്ചത്. നീ എവിടെയാണ് എന്ന് അവിടുന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദം പറഞ്ഞു, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. ഇതാണ് ആദം മറുപടി പറഞ്ഞത്. ദൈവം ചോദിച്ചത് നീ എവിടെയാണ് എന്ന് ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞതോ, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയുള്ള വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം ആദത്തെ ആദ്യം തിരുത്തുന്നത് നീ എന്തിനും പഴം കഴിച്ചു എന്ന് ചോദിച്ചല്ല. അതിനേക്കാൾ ഗൗരവമായൊരു കാര്യം ആദ്യം സംഭവിച്ചിരിക്കുന്നു. അതാണ് ദൈവം തിരുത്തുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതാ നിനക്ക് നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു. നീ ആരാണ് എന്ന കാഴ്ചപ്പാട് ഇപ്പോൾ ഇതാ മാറിയിരിക്കുന്നു. ഇതാണ് ദൈവം ആദ്യമായി മനുഷ്യനെ, ലോക ചരിത്രത്തിൽ ദൈവം മനുഷ്യനെ ആദ്യമായി തിരുത്തിയത് അവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പോൾ അവൻ പറയുകയാണ് ഞാൻ നഗ്നനാണെന്ന്.
ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ നഗ്നനാണ് നിന്നോട് ആരാണ് പറഞ്ഞത്? ദൈവം പറഞ്ഞോ? ദൈവം പറയാത്ത ഈ കാര്യം ഇവനോട് പറഞ്ഞത് ആരാണ്? ഇന്ന് ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ അങ്ങനെ ശക്തമായി നിൽക്കുകയാണ്. ദൈവം പറയാത്ത ഈ കാര്യം നിന്നോട് പറഞ്ഞത് ആരാണ്? ഇതാ നീ പറയുകയാണ്, ഞാൻ നഗ്നനാണ്, എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എന്നെ ആർക്കും വേണ്ട, ഞാനൊരു പരാജയമാണ്, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കുകയില്ല. ഇത് നിന്നോട് പറഞ്ഞത് ആരാണ്? ദൈവം പറഞ്ഞതാണോ? ദൈവം പറയാത്ത ഈ കാര്യം നിന്നോട് പറഞ്ഞത് ആരാണ്? നീ തന്നെ ചോദിക്കൂ, നീ നിന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും? ഞാൻ പരാജയമാണ്, ഞാൻ എന്ത് ചെയ്താലും ഗുണം പിടിക്കുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട. ഇതാ ദൈവത്തിന് ചോദിക്കാനുള്ളത്, ഇത് നിന്നോട് പറഞ്ഞത് ആരാണ്? ദൈവം പറയാത്ത ഈ കാര്യം നിന്നോട് പറഞ്ഞത് ആരാണ്? ഇതെങ്ങനെയാണ് ഈ കാര്യം നിന്റെ തലയിൽ വന്നത്? ഇത് ഓരോന്നും തന്നെ നിന്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 48:18 നമ്മൾ വായിക്കുന്നുണ്ട്, നീ എൻ്റെ കൽപ്പനകൾ പാലിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ദൈവവചനത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് നമ്മൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങി മറ്റുള്ളവർ നൽകിയ കവറിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ആദ്യത്തെ ചേഞ്ച് ഞാൻ ആരാകുന്നു എന്ന കാഴ്ചപ്പാടിലുണ്ടാകുന്ന ചേഞ്ചാണ്. ആ ചേഞ്ചിലാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നത്, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. നമുക്ക് അവിടെ സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വാക്കുകൾക്കൊന്നും നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്നത്? നമ്മൾ ആ വാക്കുകൾ എടുത്ത് ധരിക്കുന്നു, നമ്മൾ അതിൻ്റെ അകത്താകുന്നു. നമ്മൾ യേശു ആയിരിക്കുന്നതിന് പകരം അവർ പറഞ്ഞ വാചകത്തിൻ്റെ അകത്ത് നമ്മൾ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കല്ല് നമ്മൾ നദിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആ നദിയിൽ ഓളങ്ങളുണ്ടാകും, നദിയിൽ അസ്വസ്ഥതയുണ്ടാകും, ഓളമുണ്ടാകും. എന്തുകൊണ്ടാണ് ഓളമുണ്ടാകുന്നത്? ആ നദി ആ കല്ലിനെ ഉൾക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നേരെ മറിച്ച് ഇതാ ആ കല്ല് ഒരു പാറയുടെ പുറത്ത് വീഴുകയാണെങ്കിലോ പാറയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് സമാധാനം ലഭിക്കുവാനുള്ള ഒരു മാർഗം ഞാൻ ആരിലാണ് എന്നതാണ്. ഞാൻ ആരിലാണ്? ഇതാ അവിടുന്ന് നമ്മളെ യേശുവിൽ ആക്കിയിരിക്കുന്നു. നമ്മൾ യേശുവിൽ ആയിരിക്കുക, അതിനായിട്ടാണ് അവിടുന്ന് പിതാവായ ദൈവം യേശുവിനെ നമുക്ക് തന്നിരിക്കുന്നത്. നീ യേശു ക്രിസ്തുവിലാണ് എന്ന വലിയ സത്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, ലോകത്തെ നശിപ്പിക്കാൻ കഴിയാത്ത സന്തോഷം, ലോകത്തിൽ എടുത്തു മാറ്റാൻ കഴിയാത്ത സമാധാനം എപ്പോഴും നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ ആർക്ക് നശിപ്പിക്കാൻ പറ്റുകയില്ല. അത് നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നത് ഇതാ നീ യേശുവിലാണ് എന്ന സത്യത്തെ നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനത്തിൽ വസിക്കുവാനുള്ള മാർഗം നമ്മുടെ വെളിയിൽ നമ്മുടെ നേരെ ഉണ്ടായിട്ടുള്ള ചലഞ്ചസിനെ കൈകാര്യം ചെയ്തുകൊണ്ടല്ല, പിന്നെയോ നീ ഇപ്പോൾ ആരിലാണ് വസിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞും ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ക്രിസ്തുവിലായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞതും എല്ലാം നമ്മുടെ തലയിൽ നിന്ന് മാറ്റിക്കളയുക. ദൈവം എന്താണ് നമ്മളോട് പറഞ്ഞത് അത് സ്വീകരിക്കാൻ തയ്യാറാകുക. അങ്ങനെയാണ് ദൈവവചനത്തിലൂടെ, ആ വചനത്തിൽ നാം വസിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ സമാധാനം വന്നു ചേരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമുക്ക് ഭക്ഷണമാണ്. ആ വചനം നമുക്ക് ഇതാ സംരക്ഷണ വേദി കൂടിയാണ്. ആ വചനത്തിൽ നമ്മൾ ആയിരിക്കുന്നത് വഴി ഇതാ നമ്മുടെ ഉള്ളിലെ സമാധാനം ആർക്കും മോഷ്ടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് മുറിവേൽക്കത്തക്ക വിധത്തിലൊരു വാക്ക് പറയുമ്പോൾ അപ്പോഴേ തന്നെ നമ്മൾ മനസ്സിലാക്കുക അത് എനിക്കുള്ളതല്ല. അത് നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നു എങ്കിൽ അതൊരിക്കലും നമ്മളെ മുറിവേൽപ്പിക്കുകയില്ല. നമ്മൾ അവരിൽ സമാധാനം അന്വേഷിക്കുകയും സന്തോഷം അനുഭവിക്കുകയും അന്വേഷിക്കുമ്പോഴാണ് അവർ പറയുന്നത് അതുപോലെ നമ്മൾ വിഴുങ്ങിയ ശേഷം ഇതാ എൻ്റെ ഉള്ളിലെ സന്തോഷം പോയി, എൻ്റെ ഉള്ളിലെ സമാധാനം പോയി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനായിരിക്കുന്നത് എൻ്റെ ഈശോയിലാണ്. ഞാൻ എന്ന് പറയുന്നത് ഞാനും ഈശോയും ചേർന്ന ഒരു ബന്ധമാണ്. ഈ ബന്ധമാണ് ഇനി എൻ്റെ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്നത്. എപ്പോഴും ഞാൻ എന്നെ യേശുവിൽ ആക്കിക്കൊണ്ട് കാണാനായിട്ട് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എന്നെ യേശുവിൽ ആക്കിക്കൊണ്ട് കാണുക എന്ന ഒരു കാര്യം അത് വലിയൊരു യജ്ഞമൊന്നുമല്ല. കാരണം പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും യേശുവിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ പിതാവായ ദൈവം നമ്മളെ യേശുവിലാക്കിയിരിക്കുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ആക്കാൻ വേണ്ടി നമ്മൾ ബലം പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും.
പിതാവായ ദൈവം നമ്മളെ എപ്പോഴും യേശുവിലാണ് നമ്മളെ കാണുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ഉള്ളിലെ സമാധാനം ലോകത്തിൽ ആർക്കും മാറ്റുവാൻ എടുത്തു കളയാൻ സാധിക്കുന്ന ഒന്നല്ല. അത് എടുത്തു കളയുന്നത് നമ്മളാണ്. ഞാൻ ആരാണെന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയുന്ന, എന്നെ കാണുന്നത്, അതനുസരിച്ചാണ് ഈ സമാധാനം നിലകൊള്ളുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് വെളിയിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയ കൊണ്ടല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ സമാധാനത്തിലേക്കാണ് ഭാര്യാഭർത്താക്കന്മാർ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുക, എൻ്റെ ഭർത്താവോ എൻ്റെ ഭാര്യയോ എൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന വ്യക്തികളല്ല. അവർക്ക് എൻ്റെ സമാധാനം നശിപ്പിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം ഞാൻ അവരിലല്ല സമാധാനം അന്വേഷിക്കുന്നത്. എൻ്റെ സമാധാനം എന്നിൽ വസിക്കുന്ന യേശുവാണ്. എൻ്റെ സന്തോഷം എന്നിൽ വസിക്കുന്ന യേശുവാണ്. അതുകൊണ്ട് എന്നിൽ വസിക്കുന്ന ഈ സമാധാനവും സന്തോഷവും നിരന്തരം ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് ഷെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും ഞാൻ. ഇതാണ് വിവാഹ ജീവിതത്തിലേക്കുള്ള വിളിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. നീ ഒരിക്കലും ചിന്തിക്കരുത്, എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ മക്കൾക്കോ ഒക്കെ എൻ്റെ സമാധാനം നശിപ്പിക്കാനുള്ള സാധ്യമല്ല. കാരണം അത് അങ്ങനെ നശിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ അവരിൽ സമാധാനം അന്വേഷിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരിൽ സമാധാനമേ അന്വേഷിക്കുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ ലോകത്തിൽ ആർക്ക് നശിപ്പിക്കാൻ കഴിയാത്ത സമാധാനം വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ സമാധാനം വിളമ്പുന്ന വ്യക്തിയായിരിക്കും, സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. അത് എൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ വെളിയിൽ അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ഇതാ കർത്താവായ ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഈശോയുടെ ജനനത്തിലൂടെയും പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും എല്ലാം ആ ഈശോ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിച്ച് എന്നെ ഈശോയിലാക്കിയിരിക്കുന്നു. എന്നെ പിതാവിൽ നിന്ന് അകറ്റിയിരിക്കുന്നത് എല്ലാത്തിനെയും ഇതാ ഈശോയുടെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് കൈകാര്യം ചെയ്ത് ഇനി എന്നെ പിതാവിൽ നിന്ന് അകറ്റുന്ന യാതൊന്നും എന്നിലില്ലാത്ത വണ്ണം അവയെ മുഴുവനും തൻ്റെ ബലിയിലൂടെ അവിടുന്ന് കൈകാര്യം ചെയ്ത് എന്നെ അവിടുന്ന് യേശുവിലാക്കിയിരിക്കുന്നു. ഈ വലിയ സത്യം പരിശുദ്ധാത്മാവെ അവിടുന്ന് എനിക്ക് പ്രകാശിപ്പിച്ച് തരുന്നതിനെ ഓർത്ത് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മളിന്ന് ചില ആളുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആ സഹോദരൻ കുംസാരമെല്ലാം കഴിഞ്ഞു. പക്ഷെ കുംസാരം കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ്റെ ഉള്ളിൽ ഒരു സമാധാനമില്ല. വീണ്ടും ചെറിയ തോതിൽ ഇങ്ങനെ കുറ്റബോധം ഇങ്ങനെ പുള്ളിക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം എന്നെ സമീപിച്ചത്. ഇത് ആ സഹോദരൻ മാത്രമല്ല, ചില ആളുകൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. കുംസാരമെല്ലാം കഴിഞ്ഞു, പക്ഷേ എന്നാലും ഉള്ളിലൊരു അങ്ങോട്ടൊരു സമാധാനം വരുന്നില്ല. തന്നെയുമല്ല, എന്തോ ഒരു കുറ്റബോധം, എന്തോ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് അനുഭവപ്പെടുക. ഇത് ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതൊരു പൈശാചികമായ അറ്റാക്കാണ്. കാരണം സമാധാനത്തെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഏത് ശ്രമവും നമ്മൾ ഒരു ക്രിസ്തീയ സഹോദരൻ മനസ്സിലാക്കണം, അത് സാത്താൻ്റെ ഒരു അറ്റാക്കാണ്. ഈ അറ്റാക്കിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? അതിനാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ഇതാ സഹോദരന് രാപകൽ ദൈവസമക്ഷം ദുഷിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനെ എന്നേക്കുമായി അവൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ തിരുവചനം നമുക്ക് വെളിപാട് പുസ്തകത്തിലൂടെ തന്നിരിക്കുന്നതിന് കാരണം, കുമ്പസാരം കഴിഞ്ഞിട്ടും നിന്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അസ്വസ്ഥതയുടെ ചിന്ത നിന്നിൽ കിടക്കുകയും നിന്റെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സാത്താനെ ശാസിച്ച് പുറത്താക്കാനുള്ള ദൈവിക അധികാരം ദൈവാത്മാവിലൂടെ നിനക്ക് തന്നെ തന്നിട്ടുണ്ട്. അത് നീ തന്നെയാണ് ആ സാത്താനെ വലിച്ചെറിയേണ്ടത്. അത് ഈ തിരുവചനം ഉപയോഗിച്ച് നീ വലിച്ചെറിയുക. കാരണം എന്നേക്കുമായി അവൻ വലിച്ചെറിയപ്പെട്ടവനാണ് എന്ന കാര്യം ഇനി എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എനിക്കെതിരായി പ്രതിവർത്ത് എൻ്റെ സമാധാനം മോഷ്ടിക്കുവാൻ സാത്താനെ നിന്നെ ഞാൻ അനുവദിക്കുകയില്ല. നീ എന്നേക്കുമായി വലിച്ചെറിയപ്പെട്ട ശത്രുവാണ് എന്ന് നാം യേശുക്രിസ്തുവിൽ എന്ന് നാം ഈ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് ശാസിക്കുമ്പോൾ പൂർണ്ണമായ സമാധാനത്തിലേക്ക് നീ കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് വലിയ പ്രതിസന്ധിയിൽ ആയിരുന്നപ്പോൾ ദാവീദിന്റെ ചെറിയ സങ്കീർത്തനമാണ് സങ്കീർത്തനം 34 നമ്മൾ വായിക്കുന്നു. ഈ സങ്കീർത്തനം 34 നമ്മൾ ഏറ്റുചൊല്ലുന്നത് വഴി ക്രിസ്തു എനിക്ക് ആരാണ് എന്ന, ദൈവം എനിക്ക് ആരാണ് എന്ന വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് വരാനും
ഞാൻ യേശുവിലാണ് എന്ന കാര്യം നമുക്ക് നമ്മളോട് തന്നെ ഉറപ്പിക്കുവാനും അങ്ങനെ പരിശുദ്ധാത്മാവ് ആ വചനത്തിലൂടെ നീ ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന കാര്യം നിനക്ക് പ്രകാശിപ്പിച്ച് തരികയും അങ്ങനെ ഞാൻ ആരാകുന്നു എന്ന കാര്യം അത് ഞാനും യേശുവും തമ്മിലുള്ള ബന്ധത്തിന്റെ അകത്താണ് ഞാൻ ആരാകുന്നു എന്ന കാര്യം കിടക്കുന്നത് എന്ന അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരും. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നഷ്ടപ്പെട്ടുപോയ സമാധാനം തിരിച്ചു കിട്ടട്ടെ. ഹല്ലേലൂയ. അത് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ബോധ്യം ഉണ്ടാകട്ടെ. ആ സമാധാനം ഒരു ശക്തിക്ക് വലിച്ചെറിയാൻ സാധ്യമല്ല എന്നറിയട്ടെ. അതിനായിട്ട് യേശുവിനെ പിതാവ് തന്നിരിക്കുന്നു. എല്ലാവരെയും പിതാവായ ദൈവം യേശുവിനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.